രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങൾ ജയപരാജയം നിശ്ചയിക്കുന്ന അങ്കമാലിയിൽ പ്രചാരണം കൊഴിപ്പിക്കുകയാണ് LDFും UDFും. സിറ്റിംഗ് MLAയും UDF സ്ഥാനാർത്ഥിയുമായ റോജി എം ജോണും LDFിലെ സാജു പോളും തമ്മിലാണ് പോരാട്ടം. കളം പിടിക്കാൻ NDA സ്ഥാനാർത്ഥി പ്രോമി കുര്യാക്കോസും രംഗത്തുണ്ട്. അങ്കമാലിയിലെ UDF കോട്ട പൊളിക്കാൻ LDF കളത്തിലിറക്കിയിരിക്കുന്നത് പെരുമ്പാവൂരിലെ മുൻ MLA സാജു പോളിനെ. വികസനം വഴിമുട്ടിയ അങ്കമാലിയിൽ മാറ്റത്തിന് ഒരു ഓട്ടെന്നതാണ് മുദ്രാവാക്യം. യാക്കോബായ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് നീക്കം. മണ്ഡലം മാറി മത്സരിക്കുന്നതിന്റെ നേട്ടം വോട്ടെണ്ണുമ്പോൾ കാണാമെന്നും സാജു പോൾ. അതിലൊരു തെറ്റില്ല എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണൽ കഴിയുമ്പോൾ ബോധ്യപ്പെടും. ഈ ഒന്നും കാണാതെ നമ്മുടെ നേതൃത്വം ഇത്തരത്തിലൊരു ക്രമീകരണം ഉണ്ടാക്കൂലല്ലോ. അത് സാമുദായിക പരിഗണന വെച്ചാണെങ്കിൽ അങ്കമാലിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുമോ? സാമുദായികമായിട്ടല്ല, രാഷ്ട്രീയമായി ആളുകൾ ചിന്തിച്ചാണല്ലോ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് UDF സ്ഥാനാർത്ഥി റോജി എം ജോണിന്റെ പ്രചരണം. മതസാമുദായിക വേർതിരിവോടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കില്ലെന്നും റോജി. LDF അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പെരുമ്പാവൂരിൽ നിന്നും ഇവിടേക്ക് വന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ട് പെരുമ്പാവൂരിലേക്ക് പോകാൻ സാധിക്കട്ടെ. ഇവിടെ മണ്ഡലത്തിലെ വോട്ടർമാരെ അവരെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഒന്നും വേർതിരിച്ച് കാണാൻ ഞാൻ തയ്യാറല്ല. 2020 കൂട്ടുപിടിച്ചാണ് NDA കളം പിടിക്കാനൊരുങ്ങുന്നത്. സ്ഥാനാർത്ഥി പ്രോമി കുര്യാക്കോസും പ്രചരണ രംഗത്ത് സജീവമാണ്. UDFിന്റെ ഉറച്ച കോട്ടയെന്ന് അവകാശപ്പെടുന്ന അങ്കമാലിയിൽ ഇക്കുറി LDF ഉയർത്തുന്ന വെല്ലുവിളി ഒട്ടും ചെറുതല്ല. 2020 പിടിക്കുന്ന വോട്ടുകളും ജയപരാജയങ്ങളിൽ നിർണായകമാകും. അങ്കമാലിയിൽ നിന്ന് ആന്റണിക്കൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.